ഇത് നമുക്ക് 3 സാരി ബോക്സ് ഫോൾഡ് ചെയ്യാനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എവിടുന്നാണ് കറക്റ്റ് വന്നതെന്നുള്ള ഒരു ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല, കാരണം കുറേ മുന്നത്തെ വർക്കാണ്. 3 സാരിയിൽ ആദ്യം 1 സെറ്റ് സാരിയും പിന്നെ നമുക്ക് ഓർഗാൻസ ടൈപ്പ് സാരി ആയിരുന്നു. ആൻഡ് തേർഡ് വൺ ആയിരുന്നു ബ്രൈഡൽ സാരി. അതൊന്നും ഞാൻ ഷോ ആക്കിയപ്പം അത് താഴെ വീണ്ടും ചെയ്തു. ബട്ട് നമ്മൾ തളരില്ല, വീണ്ടും അത് കാണിച്ചു. എൻ്റെ ഒരു ഓർമ്മയിൽ ഈ 3 സാരിയും ബ്രൈഡിനെ തന്നെ ആയിരുന്നു കേട്ടോ. അത് 3 ലുക്കിന് വേണ്ടിയിട്ടുള്ളത് തന്നെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. ഓൾറെഡി നമ്മുടെ ക്ലയൻറ്റിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷർമെൻറ്റ്സ് എടുത്ത് അതിൽ വെക്കണം എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രീ പ്ലേറ്റിംഗ് ഭയങ്കര ഈസി ആയിരുന്നു, കാരണം മെഷർമെൻറ്റ് നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. ഇത് ആളുടെ ബോഡി മെഷർമെൻറ്റ് തന്നെയായിരുന്നു ഈ 3 സാരിയിലും നമ്മൾ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഫസ്റ്റ് ഞാൻ സെറ്റ് സാരി ആയിരുന്നു ബോക്സ് ഫോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ലൈക്കായ സാരിയാണ് ഈ ഒരു സെക്കൻഡ് സാരി വന്നിട്ട് കേട്ടോ. എനിക്കിതിൻ്റെ വർക്ക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതുവരെ ഞാൻ കാണാത്ത ഒരു തരം വർക്ക്സ് ആയിരുന്നു, യുണീക്ക് ആയിട്ടുള്ള വർക്ക് തന്നെയായിരുന്നു ഈ സാരിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബനാറസി യുണീക്ക് സാരി എന്നാണ് കേട്ടോ ഒരു പേജ്. പിന്നെ സാരിയിൽ ചെയ്യുന്ന സമയത്ത് ഇതേ ഇങ്ങനെ ചെറിയൊരു അബദ്ധങ്ങളൊക്കെ പറ്റാറുണ്ട്. സേഫ്റ്റി പിൻ നന്നായിട്ടുള്ളോട് കയറി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ നെയിൽ പോളിഷ് ബ്ലഡും റെഡ് ആയതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇവിടെ മനസ്സിലായത്. ഓക്കെ, ഈ ഒരു സാരിയിൽ നമ്മൾ നന്നായിട്ട് അയണിങ് കാര്യമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ബോക്സ് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഫൈനൽ സാരിയാണ് ബ്രൈഡൽ സാരി. ഐ തിങ്ക് 21,000 സംതിങ് ആണ് ഉള്ളത്. അതും ഞാൻ പ്രീ പ്ലേറ്റിങ് കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള സാരി ആയതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. ആൻഡ് ഇതിൻ്റെ പ്രീ പ്ലേറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാനത് ബോക്സ് ഫോൾഡ് ചെയ്യാണ്. അങ്ങനെ അതേ 3 സാരിയും ബോക്സ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്ക് യു.